ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 22ാമത്തെ ദിവസമാണ്. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിശീലനം 22ാമത്തെ പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, നമ്മുടെ കൺമുന്നിൽ തന്നെ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം, നമ്മുടെ കൺമുന്നിലുണ്ട്, അത് എങ്ങനെ അത് നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ പരിശീലനം. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ സാഹചര്യം എന്താണെന്നോ നമ്മളെവിടെയാണെന്നോ ഒന്നും അതിനൊരു വിഷയമല്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങൾ കടത്തിലാണോ, ബിസിനസ് ഡള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാണോ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ ആ മാനസികമായ ഇതിലേക്ക് തയ്യാറാവണം. ആ മനസ്സിൻ്റെ കരുത്ത്, എനിക്കത് വേണം, എനിക്കത് നേടണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ റോണ്ട ബൺ പറയുന്നത് അത് തന്നെയാണ്. അവരുടെ ബിസിനസ്സിൽ വളരെയധികം മോശം സാഹചര്യത്തിൽ, അതായത് $20 ലക്ഷം നഷ്ടത്തിലിരുന്ന സമയത്തും കമ്പനി അടച്ചുപൂട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന സമയത്താണ് അവർ ഈ ഒരു ഗോളുകൾ, അവരുടെ 10 ആഗ്രഹങ്ങൾ എഴുതി വെച്ചത്. അപ്പോൾ എന്തായിരുന്നു അവരുടെ ആഗ്രഹങ്ങളെന്ന് വെച്ചാൽ, അവർക്ക് ഏറ്റവും ഫസ്റ്റ് ഒന്നാമത്തെ ആഗ്രഹം ലക്ഷക്കണക്കിന് ആളുകൾക്ക് സന്തോഷം പകരുക എന്നുള്ളതായിരുന്നു. അതേപോലെ സമുദ്രത്തിന് അഭിമുഖമായിട്ട് നല്ലൊരു വീട്, അതിമനോഹരമായൊരു വീട്, പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, ബന്ധങ്ങളിലുള്ള സന്തോഷത്തോടുള്ള നല്ലൊരു ജീവിതം, കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവർ എഴുതി വച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആ മോശപ്പെട്ട അവസ്ഥയിലും എല്ലാം നേടിയെടുക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം, അതെനിക്ക് ലഭിക്കും, അത് വേണമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അവരത് ചെയ്തു. അവർ ഓരോ ആഗ്രഹങ്ങളായിട്ട് നേടിയെടുക്കാൻ 2-3 വർഷം അവർക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്കും ചെറുതും വലുതുമായ പല പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമുക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നേടിയെടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അപ്പോൾ അതിന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഒരു 10 ആഗ്രഹങ്ങളെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുക. ആഗ്രഹങ്ങൾ എഴുതി വെച്ചൊരു പേപ്പറിൽ നമ്മൾ എഴുതി വെച്ച് നമ്മളെല്ലാ ദിവസവും രാവിലെ അത് വായിക്കുക. അതിൽ ഓരോ ആഗ്രഹങ്ങളും ഓരോന്നും വായിച്ച് അത് നേടിയെടുത്തതായിട്ട് ഒരു മിനിറ്റ് നമ്മളതിൽ വിഷ്വൽ ചെയ്യുക. മനസ്സിൽ ചിന്തിച്ച് സങ്കല്പിച്ച് അതിന് നന്ദി പറയുക. നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. അത് അതിനനുസരിച്ച് നമ്മൾ അതൊരു മിനിറ്റ് വായിച്ച് രാവിലെ തന്നെ, രാവിലെയും വൈകിട്ടും 2 നേരമെങ്കിലും മുടങ്ങാതെ നമ്മൾ വായിച്ച് അത് ലഭിച്ചതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ഇതാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അത് നമ്മളൊരു ലിസ്റ്റ് ആക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ വശം അത് വായിക്കുക, അത് വിഷ്വൽ ചെയ്തിട്ട് ലഭിച്ചതായി കഴിഞ്ഞിട്ട് നമ്മൾ നന്ദി പറയാം. 10 ആഗ്രഹങ്ങൾ നമുക്കങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്കതിന് നന്ദി പറയാം. ഓരോ ആഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ അത് ലിസ്റ്റിൽ നിന്ന് കളയാം, അടുത്ത ആഗ്രഹം അതിൽ ചേർത്ത് വയ്ക്കുക. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പല പല ആഗ്രഹങ്ങളുണ്ട്. നമ്മളിപ്പോൾ വിഷമസ്ഥിതിയിലാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകൾ, എന്താ നിങ്ങൾക്കുള്ളതായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് തന്നെ അത് വിഷ്വൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്താഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളതിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം, മനസ്സിൽ ആ വിശ്വാസം വരണം. നമ്മൾ ആ ചിന്തകളിലൂടെ നമ്മളത് മാറ്റിയെടുത്ത് നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. 10 ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. അത് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ 2 നേരം വായിക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ പോക്കറ്റിൽ എഴുതിയ പേപ്പർ നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ ഒക്കെ വയ്ക്കുക. നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാം. എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട്, ആഗ്രഹം എഴുതി വെച്ച പേപ്പർ എടുത്തിട്ട് അത് വിഷ്വൽ ചെയ്തിട്ട് ഒരു മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി അത് വായിച്ച് അത് ലഭിച്ചതായിട്ട് നന്ദി പറയാം. പെട്ടെന്ന് നേടിവെക്കേണ്ട ആഗ്രഹങ്ങൾക്ക് നമ്മളത് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതൊന്ന് മനസ്സിൽ വിഷ്വൽ ചെയ്ത് അതിന് നന്ദി പറയാം. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ഫീലിങ്ങോട് കൂടി നമ്മളത് ലഭിച്ചു, ആ സന്തോഷം, അനുഭൂതിയൊക്കെ നമ്മൾ അനുഭവിക്കുക. ഇതാണ് ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കണേ. നമ്മൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും ജീവിതത്തിൽ. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്.
അപ്പോൾ അത് നമ്മൾ തരണം ചെയ്യുക, അത് നേടിയെടുക്കുക, അത് നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ 10 അനുഗ്രഹങ്ങൾ എഴുതുക, അതിന് നന്ദി പറയുക, രാത്രി നമ്മൾ മാജിക് റോക്ക് ചെയ്യാം. ഇത് അതിനിടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അത് ചെയ്യുക. എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.